ചേട്ടാ, ചേട്ടൻ എത്ര നാള് സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കും? ആ ചേച്ചിയെ പെണ്ണ് കാണാൻ ആള് വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാ ചേച്ചി പോവേ. ഇപ്പഴാണോ പറയുന്നേ? രതിയെ പെണ്ണ് കാണാൻ വന്നതോ? രണ്ടിലൊന്ന് എനിക്കിന്ന് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം ഒരുങ്ങി ഇറങ്ങിയ. നിന്റെ ഈ മോന്തയം വെച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലണ്ട. ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ? എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. കാരണം എന്താ? ആ നാട് തണ്ടി മന്മഥന്റെ കൂടെ കറങ്ങാനോ നിനക്ക്? രംഗണ്ണ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം നല്ല മനുഷ്യനാ. എനിക്കെല്ലാം അറിയാം. ഇപ്പൊ കാണാൻ വന്ന ചെറുക്കനെ 10 ഏക്കർ സ്ഥലവും 4 ബോട്ടും ഒക്കെ ഉള്ളതാ. അവനെയും കെട്ടി ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക്. അദ്ദേഹം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ നിർത്തടി. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങ്. എടുക്ക് എടുക്കെടുക്ക്. മടിക്കാതെ കഴിക്കുന്നേ. ഈ മന്മഥന്റെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്ന എന്താ? ചേട്ടോയ് വായിട്ടാ. എന്നെപ്പറ്റി നീ എന്താടാ വിചാരിച്ചു വെച്ചേക്കുന്നത്? പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാനാ? രംഗനാഥന്റെ പെങ്ങള് രതിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവനേക്കാൾ ഇഷ്ടം എനിക്ക് അവളെ. രംഗനി കാര്യമൊക്കെ അറിയാവുന്നോണ്ടാ നിന്നെപ്പോലൊരു മണഗുണാഞ്ചനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ നോക്കുന്നേ. നിന്റെ അവസാനത്തെ ദിവസം എന്ന്. ചേട്ടാ, പറയേണ്ട കാര്യം പറയ്. കാര്യം എന്താന്ന് വെച്ചാ, രതി എന്റെ പെണ്ണാന്നോർത്തോ. രതി വതി എന്നൊക്കെ പറഞ്ഞ് ഇനി വഴിക്കെങ്ങാനും വന്നാലുണ്ടല്ലോ, വല്ല ചാക്കിലും കെട്ടി നിന്നെ കെട്ടി താഴ്ത്തും ഞാൻ. ഒരാളും ഇതറിയരുത്. ചേട്ടാ, ഇയാളിവിടെ കെട്ടിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശരിയല്ലേ? അഴിച്ചു വിടറ. അവൻ എന്റെ പെണ്ണിനെ കെട്ടാൻ വന്നേക്കുന്നു. ശാപം. എടാ, ഒന്ന് വേഗം എടുത്തിട്ട് വേണം. നിക്കടപ്പ കൊണ്ടുവരാ. ഗണേശത്തിനൊരു സൗണ്ട് എടുക്കുന്നുണ്ടോ? എന്താ ചെറ്റത്തോടാ കാണിച്ചാ നീ? പാവത്തിനെ കൊന്നു കളഞ്ഞാ നീ. രംഗ, നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ല. മിണ്ടരുത്. എനിക്കെല്ലാം അറിയാടാ. വീടിന്റെ അടുത്ത് നിന്റെ സൈക്കിൾ കണ്ടപ്പോ തോന്നി നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമെന്ന്. നിനക്കെന്താ കെട്ടുവിട്ടില്ലേ? രതിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിലും അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവളുടെ ജീവിതം തുലയ്ക്കുന്ന നീയാ. ആദ്യം അവളുടെ മനസ്സ് കാണാൻ നോക്കടാ, എന്നിട്ട് വാ എന്റെ അടുത്തേക്ക്. കണ്ണിച്ചോരയില്ല നിനക്ക്. എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തോടാ. ഒരിക്കലും നിനക്ക് തരില്ല. അതെന്താന്ന് ചോദിച്ചേ? എനിക്കെന്ത് കുറവാ ഉള്ളേ? എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അതെല്ലാം ഇപ്പൊ പറയാൻ പറ്റില്ല.
രംഗ വാടാ ഇവിടെ. ആ ദാ വരുന്നു പട്ടേൽ സാറേ. പറയൂ പട്ടേൽ സാറേ. ആ മന്മഥനൊരു പാവല്ലേടാ, നീ എന്തിനാ അവനെ അടിച്ചത്? ഞാൻ വേറെ എന്ത് ചെയ്യാനാ, അവൻ ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലാ. പെങ്ങളെ കാണാൻ വന്ന ചെറുക്കന് അവൻ തന്നെ എന്തോ ചെയ്തത്. ഏയ് അത് വിടറാ, അവനൊരു പാവം ചെറുക്കനല്ലടാ. നീ അവനൊന്നും ചെയ്തേക്കല്ലേ കേട്ടോ. അത് പോട്ടെ, ചെടിയൊക്കെ നനയ്ക്കാറുണ്ട്, ചെന്ന് വെള്ളം ഒഴിക്കുക. ചെല്ലേ. ആയിക്കോട്ടെ സാർ. ആ മാധവനും കൂടെ കൂട്ടിക്കോ കേട്ടോ. ശരി ശരി. രാമനാഥ, പശു നശിപ്പിക്കുന്നു. ഒന്ന് ഓടിക്കുന്നേ. രതി ഒന്ന് നിന്ന്, ഞാൻ പറയുന്ന കേക്ക്. നീ എന്തിനാ ഇങ്ങനെ സ്വയം ഒരുങ്ങുന്നേ? എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുക? നിന്നെ ഞാൻ സ്നേഹിച്ചതിന് ദാ നിന്റെ ചേട്ടൻ തന്ന സമ്മാനം. ഇതൊരു വേദനയൊന്നുമല്ല. ഇനി ഇതുപോലെ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ സഹിച്ചോളാം. ഞാൻ ചാവുന്നവരെ നിന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തവണെങ്കിലും മനസ്സ് പറയുന്ന കേക്ക്. സാരമില്ല രതി, നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ കാണാൻ ഇനി വരില്ല. പക്ഷെ ഒന്ന് പറഞ്ഞോട്ടെ, നീ വിധവയാണെന്നുള്ള കാരണം കൊണ്ടല്ല എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നി. ഞാൻ മനസ്സറിഞ്ഞ നിന്നെ സ്നേഹിക്കുന്നു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടമാണ്. ഞാൻ പോവരുതേ. ചിറക് വിരിയ സ്വപ്നങ്ങൾ നിശബ്ദമാം ഓർമ്മയിൽ ഗഹനമാം സ്വരമയിൽ മനം മന്ത്രിക്കും.
ഓടിക്കോ ഓടിക്കോ എല്ലാരും ഓടിക്കോ. എന്താടോ സാർ, ഇവിടെ മന്മഥൻ എന്നൊരാളില്ലേ, അയാളിപ്പോ എവിടെ? അതെ, ഇവിടെ മന്മഥൻ എന്ന് പറഞ്ഞ ആരുമില്ല. ഉള്ളതീ ഞാൻ മാത്രമാ. ഞാനാണ് പോസ്റ്റ്മാൻ മഞ്ജുനാഥ്. പിരിവെട്ടി പ്രാന്തിയേറി നിൽക്കുന്ന കണ്ടില്ലേ? എന്ത് ചെയ്യാനാ, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് എന്നെ ഈ പട്ടിക്കാട്ടി കൊണ്ടിട്ടിരിക്കുക. ഇവിടെ പോസ്റ്റ്മാൻ ആവുന്നേക്കാളും ഭേദം എന്റെ നാട്ടിൽ വല്ല പോസ്റ്റ്മോർട്ടത്തിന്റെ പണി ചെയ്ത് ജീവിക്കുന്നതാ. അതെ അതെ, ഒന്ന് നിന്നേ. താനയാളുടെ പേരെന്തെന്നാ പറഞ്ഞേ? സർ, മന്മഥൻ. മന്മഥൻ? ആ പേരിൽ ഇവിടെ പണ്ടൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. അയാൾ ഈ നാട് വിട്ട് പോയതുകൊണ്ടാണല്ലോ എന്നെ പിടിച്ച് നരകത്തിക്കൊണ്ടിട്ടേക്കുന്നത്. നാട് വിട്ടുപോയെന്നോ? കിണറ്റിൽ ഒരാളുടെ ശവം കണ്ടുകിട്ടിയപ്പോ ഇതിനെല്ലാം കാരണം എന്റെ ഭർത്താവിന്റെ ആത്മാവാണെന്ന് ജനങ്ങൾ പറഞ്ഞു പരത്താൻ തുടങ്ങി. മാത്രമല്ല, നാട് വിട്ടുപോയ മന്മഥനും തിരിച്ചു വന്നില്ല. അദ്ദേഹം എവിടെ പോയെന്ന് ഒരാൾക്കും അറിയില്ല. ജനങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാൻ വീണ്ടും ഒരു കഥ കിട്ടി. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ സ്നേഹിച്ച മന്മഥൻ എന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന്. അദ്ദേഹം തിരിച്ചു വരും. അതുവരെ ഞാൻ അദ്ദേഹത്തിനായി കാത്തിരിക്കും.